ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭയുടെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയെ നിർദ്ദേശിച്ച് NDA. കൊടിക്കുന്നിൽ സുരേഷ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി. നീറ്റ് UG പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നു. പരീക്ഷാ നടത്തിപ്പിന് തകരാറുകളില്ലാത്ത ശക്തമായ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഉന്നതതല സമിതി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ പ്രതിഷേധം. നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വന്യജീവി സംഘർഷം രൂക്ഷമായ ഇടങ്ങളിൽ കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കിയതായി മന്ത്രി AK ശശീന്ദ്രൻ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ R. വിഷ്ണുവിന് ജന്മനാടിന്റെ വിട. സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യത. വെള്ളിയാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയുടെ സ്പീക്കർ സ്ഥാനത്തേക്ക് NDA സ്ഥാനാർത്ഥി ഓം ബിർള നാമനിർദ്ദേശ പത്രിക നൽകി. മാവേലിക്കരയിൽ നിന്നുള്ള MP കൊടിക്കുന്നിൽ സുരേഷാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി. നാളെയാണ് ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ മറ്റന്നാൾ അഭിസംബോധന ചെയ്യും. മറ്റന്നാൾ രാജ്യസഭാ സമ്മേളനത്തിനും തുടക്കമാകും. അതേസമയം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ലോക്സഭയിൽ ഇന്നും തുടരുകയാണ്. നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ നിയോഗിച്ച CBI സംഘം ബീഹാർ, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 കേസുകൾ ഏറ്റെടുത്തു. ഗുജറാത്ത്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ കേസും, രാജസ്ഥാനിൽ നിന്ന് 3 കേസുകളും രജിസ്റ്റർ ചെയ്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്ന് മറ്റൊരു കേസ് കൂടി CBI ഏറ്റെടുക്കുമെന്നാണ് സൂചന. പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടതാണ് ബീഹാർ പോലീസ് ഫയൽ ചെയ്ത FIR. പരീക്ഷാർത്ഥികളും പ്രാദേശിക ഉദ്യോഗസ്ഥരും ഇൻവിജിലേറ്റർമാരും ഉൾപ്പെട്ട ആൾമാറാട്ടം, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മറ്റ് 4 കേസുകൾ. രാജ്യത്ത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ആശങ്കകളും അഭിപ്രായങ്ങളും മനസ്സിലാക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ദേശീയ പരീക്ഷാ ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതി അധ്യക്ഷൻ K. രാധാകൃഷ്ണൻ. പരീക്ഷാ നടത്തിപ്പിന് തകരാറുകളില്ലാത്ത ശക്തമായ സംവിധാനം ഏർപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് സമിതിയുടെ ആദ്യ യോഗത്തിനു ശേഷം അദ്ദേഹം വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയ സുഗമമാക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ സമ്മർദ്ദവും ബുദ്ധിമുട്ടുകളും കുറയ്ക്കുമെന്നും ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷത്ത് നിന്ന് KK രമയാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടിയത്. പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് സംബന്ധിച്ച നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് സ്പീക്കർ പറഞ്ഞു. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലാത്തതിനാൽ നോട്ടീസ് നിരസിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ അംഗത്തിന് വിഷയം സബ്മിഷനായി സഭയിൽ അവതരിപ്പിക്കാമെന്നും സ്പീക്കർ വ്യക്തമാക്കി. സർക്കാർ പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞത് അനൌചിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനിടെ സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. എന്നാൽ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് സഭ പിരിയുകയായിരുന്നു. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള E-ഗ്രാന്റ് സ്കോളർഷിപ്പ് തുക കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി OR കേളു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ സാങ്കേതിക സഹായം ലഭിക്കുന്ന മുറയ്ക്കാവും തുക വിതരണം ചെയ്യുക. ഇതിനായി സർവകലാശാലകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഓൺലൈൻ സംവിധാനങ്ങൾ ഏകീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി നൽകിയിട്ടുള്ള യാനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്താൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള 1100 ഫ്ളാറ്റുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൃത്രിമ പാര നിക്ഷേപിച്ചതിലൂടെ സമുദ്ര മത്സ്യ ഉത്പാദനം മെച്ചപ്പെട്ടു. തിരുവനന്തപുരത്തിന് പുറമെ കൂടുതൽ ജില്ലകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ശ്രീ സജി ചെറിയാൻ അറിയിച്ചു. മത്സ്യവിഭവ സംരക്ഷണത്തിൽ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ച ഫിഷറീസ് മാനേജ്മെന്റ് കൌൺസിലിന്റെ പ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വനം വകുപ്പ് കർമ്മ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു. വന്യമൃഗങ്ങളുടെയും ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. വന്യജീവി സംഘർഷം രൂക്ഷമായ സ്ഥലങ്ങളിൽ കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു.
കേരളത്തിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ചാണ് ചർച്ച നടത്തുന്നത്. അതേസമയം വിഷയത്തിൽ പ്രതിഷേധം തുടരുകയാണ്. +1 സീറ്റ് വിഷയത്തിൽ നിയമസഭയിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ നേതൃത്വത്തിലാണ് മാർച്ച്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ R വിഷ്ണുവിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. തിരുവനന്തപുരം കരുമങ്കോട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ഭൌതിക ശരീരം പൊതുദർശനത്തിന് വെച്ച കുടുംബ വീട്ടിലും നന്ദിയോട് ജംഗ്ഷനിലും നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രി GR അനിൽ തുടങ്ങിയവരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. പുലർച്ചെ തിരുവനന്തപുരത്തെത്തിച്ച മൃതദേഹത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മേയർ ആര്യ രാജേന്ദ്രൻ പുഷ്പചക്രം അർപ്പിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നാളെ സാമൂഹ്യനീതി വകുപ്പ് സംസ്ഥാനതല പരിപാടി സംഘടിപ്പിക്കും. നശാമുക്ത് ഭാരത് അഭിയാൻ, ആസാദ് സേന എന്നിവരുടെ സഹകരണത്തോടെ തിരുവനന്തപുരത്ത് പരിപാടി ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്യും. CGSTN കസ്റ്റംസ് തിരുവനന്തപുരം മേഖലയുടെ നേതൃത്വത്തിൽ നാളെ ഉച്ചകഴിഞ്ഞ് എറണാകുളം സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിക്കും. ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പക്ഷിപ്പനി പ്രതിരോധ നടപടികൾ ഊർജിതം. ഇന്നും നാളെയുമായി 50,000-ലേറെ പക്ഷികളെയാണ് കൊന്നൊടുക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. ഇന്നും നാളെയുമായി ആലപ്പുഴ ജില്ലയിൽ 58,526 പക്ഷികളെയാണ് കൊന്നൊടുക്കേണ്ടത്. ഇതോടെ ജില്ലയിൽ പക്ഷിപ്പനി മൂലം കൊന്നൊടുക്കുന്ന പക്ഷികളുടെ എണ്ണം 1.5 ലക്ഷം കടക്കും. രോഗം സ്ഥിരീകരിച്ച് 3 ദിവസം കഴിഞ്ഞാണ് പക്ഷിപ്പനി പ്രതിരോധം തുടങ്ങുന്നതെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. ചെങ്ങന്നൂർ, തണ്ണീർമുക്കം, ചേർത്തല, തൈക്കാട്ടുശ്ശേരി, ചേന്നമ്പള്ളിപ്പുറം, വയലാർ, മാരാരിക്കുളം, പുലിയൂർ, ആല എന്നീ സ്ഥലങ്ങളിലാണ് പക്ഷികളെ കൊല്ലുന്നത്. ജില്ലയിലാകെ ഇതുവരെ 25 കേന്ദ്രങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘം വ്യാഴാഴ്ച ആലപ്പുഴയിലെത്തും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. വെള്ളിയാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ ശക്തമായ സാഹചര്യത്തിൽ കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ 16 ഷട്ടറുകളിൽ 8 എണ്ണം 90 സെന്റിമീറ്ററും 4 എണ്ണം 60 സെന്റിമീറ്ററും ഉയർത്തി. ജലനിരപ്പ് നിയന്ത്രിച്ച് നിർത്തുന്നതിന്റെ ഭാഗമായി ഇടുക്കി മലങ്കര ഡാമിന്റെ 3 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ കടന്ന് ഇന്ത്യ. ഇന്നലെ നടന്ന സൂപ്പർ 8 മത്സരത്തിൽ ഓസ്ട്രേലിയയെ 24 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിയിലെത്തിയത്. ഇന്ന് നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ 8 റൺസിന് വിജയിച്ച് അഫ്ഗാനിസ്ഥാനും സെമി യോഗ്യത നേടി. ഇതോടെ ഓസ്ട്രേലിയ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. വ്യാഴാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെയും ഇന്ത്യ ഇംഗ്ലണ്ടിനെയും നേരിടും. യുവേഫ യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് ബിയിൽ നിന്ന് നോക്കൌട്ട് ഘട്ടത്തിൽ സ്ഥാനമുറപ്പിച്ച സ്പെയിനും ഇറ്റലിയും. അൽബേനിയയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിൻ 3ാം വിജയം നേടിയത്. അതേസമയം ക്രൊയേഷ്യയോട് ഇറ്റലി 1-1 സമനിലയിൽ വഴങ്ങിയെങ്കിലും മികച്ച ഗോൾ വ്യത്യാസത്തിൽ നോക്കൌട്ടിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഡിയിൽ ഫ്രാൻസ് പോളണ്ടിനെയും നെതർലൻഡ്സ് ഓസ്ട്രിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ ഡെൻമാർക്ക് സെർബിയയുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭയുടെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയെ നിർദ്ദേശിച്ച് NDA. കൊടിക്കുന്നിൽ സുരേഷ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി. നീറ്റ് UG പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നു. പരീക്ഷാ നടത്തിപ്പിന് തകരാറുകളില്ലാത്ത ശക്തമായ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഉന്നതതല സമിതി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ പ്രതിഷേധം. നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വന്യജീവി സംഘർഷം രൂക്ഷമായ ഇടങ്ങളിൽ കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കിയതായി മന്ത്രി AK ശശീന്ദ്രൻ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ R വിഷ്ണുവിന് ജന്മനാടിന്റെ വിട. സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യത. വെള്ളിയാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.